നമസ്കാരം. ദ ഹിന്ദു പത്രത്തിലെയും ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സിലെയും വിവരങ്ങൾ വച്ച് 2025 ജൂലൈ 17 പ്രധാന വാർത്തകളിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ പോകാം. പ്രത്യേകിച്ച് UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. തീർച്ചയായും ഓരോ വിഷയത്തിന്റെയും കാതലായ ഭാഗങ്ങൾ, പിന്നെ നിങ്ങൾ ഓർക്കേണ്ട പ്രധാന പോയിന്റ്സ്, പരീക്ഷാ പ്രാധാന്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വിഷയം പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, അതായത് PMDDKY. എന്താണതിനെ പ്രധാന വാർത്ത? പ്രധാന വാർത്ത കേന്ദ്രമന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകി എന്നതാണ്. ഇതൊരു വലിയ പദ്ധതിയാണ്. ഏകദേശം 11 മന്ത്രാലയങ്ങളുടെ 36 സ്കീമുകൾ ഒരുമിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കുന്നു. കൺവേർജൻസ് എന്ന് പറയും. ഓഹോ, കൺവേർജൻസ്. അതെ. അടുത്ത 6 വർഷത്തേക്ക് ഓരോ വർഷവും 24,000 കോടി രൂപയാണ് ഇതിനായി നീക്കിവെക്കുന്നത്. വലിയ തുകയാണല്ലോ. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും? ലക്ഷ്യം വിളവെടുപ്പിനു ശേഷമുള്ള സംഭരണം മെച്ചപ്പെടുത്തുക, ജലസേചനം കൂട്ടുക, പിന്നെ കർഷകർക്ക് വായ്പ ഉറപ്പാക്കുക എന്നതൊക്കെയാണ്. ഇത് നടപ്പാക്കാൻ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാമില്ലേ, അതേ മാതൃകയിൽ പിന്നോക്കം നിൽക്കുന്നൊരു 100 ജില്ലകളെ തിരഞ്ഞെടുക്കും. എന്നിക്കോ? ആ ജില്ലകളിൽ കർഷകരെ ഉൾപ്പെടുത്തി ധൻധാന്യ സമിതിയുണ്ടാക്കും. താഴെത്തട്ടിൽ നിന്നുള്ള ഒരു പ്ലാനിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇത് UPSC പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്? പ്രിലിംസിന് ഇതു സർക്കാർ പദ്ധതികൾ, കൃഷി, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എന്ന ഭാഗത്തു വരും. മെയിൻസിന് നോക്കുവാണെങ്കിൽ GS2ൽ ഗവൺനൻസ്, വെൽഫെയർ സ്കീം എന്നിവയിലും GS3ൽ കാർഷിക സബ്സിഡി, PDS ഒക്കെയായി ബന്ധപ്പെടുത്താം. അപ്പോ പ്രധാനമായി ഓർക്കേണ്ട ആശയങ്ങൾ: കോൺവേർജൻസ്, പിന്നെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP മോഡൽ, ഒരു ബോട്ടം അപ്പ് സമീപനം, സുസ്ഥിര കൃഷി, ഇതൊക്കെ ഓർക്കണം. ഇതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാവാം? മെയിൻസിന് ചിലപ്പോൾ ചോദിക്കാവല്ലോ. നടപ്പാക്കലിലെ പ്രശ്നങ്ങൾ വരാം. ഈ സംയോജനം എത്രത്തോളം പ്രായോഗികമാവും എന്നത് ഒരു ചോദ്യമാണ്. പിന്നെ ഈ ജില്ലകളെ തിരഞ്ഞെടുക്കുന്നതിലെ മാനദണ്ഡം, ഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളാണ്. അതും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന സ്ഥലങ്ങളിൽ. അതെ, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സ്കൂളുകൾ, കോളേജുകൾ, ജോലിസ്ഥലങ്ങൾ, ഇവിടെയൊക്കെ അതിക്രമങ്ങൾ കൂടുന്നു എന്നാണ് വാർത്തകൾ. ഒഡീഷയിലൊരു സംഭവമുണ്ടായിരുന്നല്ലോ, പരാതി കൊടുത്തിട്ടും നടപടിയെടുക്കാത്തതുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. ഇത് ശരിക്കും പോഷ് ആക്ട് പ്രകാരമുള്ള ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി, അതായത് ICCകളുടെ ഒരു പരാജയമാണ് കാണിക്കുന്നത്. അപ്പോൾ നിയമങ്ങളുണ്ട്, പക്ഷേ അത് ഗ്രൗണ്ട് ലെവലിൽ എത്തുന്നില്ല. NCRB ഡേറ്റ നോക്കിയാൽ 2022ൽ 4% വർധനവാണ് ഈ കേസുകളിലുണ്ടായത്. ഇത് പരീക്ഷയ്ക്ക് എങ്ങനെ ബന്ധപ്പെടുത്താം? പ്രിലിംസിന് സാമൂഹിക പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷ, ഇന്ത്യൻ പോളിറ്റിയിലെ പോഷ് ആക്ട്, NCRB ഡാറ്റ എന്നിവ വരും. മെയിൻസിന് GS1ൽ സ്ത്രീകളുടെ പങ്ക്, സാമൂഹിക പ്രശ്നങ്ങൾ, GS2ൽ നിയമങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രവർത്തനം, പിന്നെ GS4 എത്തിക്സിൽ ഗവേണൻസിലെ ഉത്തരവാദിത്തം എന്നിവയിലൊക്കെ വരാം. ഇതിലെ പ്രധാന ആശയങ്ങൾ അപ്പോൾ പോഷ് ആക്ട്, ICC, NCRB ഒക്കെയാണ്. അതെ. പിന്നെ വിശകലനം ചെയ്യുമ്പോൾ നിയമവും നീതിയും തമ്മിലുള്ള ഒരു വിടവ്, ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്പ്, അത് പ്രധാനമാണ്. സ്ഥാപനങ്ങളുടെ ഒരുതരം നിസ്സംഗത, സാമൂഹികമായ ഭയം കാരണം പരാതിപ്പെടാതിരിക്കുന്നത്, അവബോധമില്ലായ്മ, ഇതൊക്കെയാണ് വെല്ലുവിളികൾ. ശരി, ഇനി നമുക്ക് ഭൂമിശാസ്ത്രത്തിലേക്ക് വരാം. ഡൽഹിയിൽ ഇടയ്ക്ക് ഭൂകമ്പമുണ്ടായല്ലോ. അത് ഇന്ത്യയുടെ ഭൂകമ്പ സാധ്യതയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഡൽഹി സീസ്മിക് സോൺ IV-യിലാണ് വരുന്നത്. അതായത് ഉയർന്ന അപകട സാധ്യതയുള്ള മേഖല. ഏകദേശം 80% കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് 2000-ന് മുൻപ് പണിതവ, ഭൂകമ്പ പ്രതിരോധ ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അത്ഭുതം തന്നെ. ഇന്നേ ഹിമാലയൻ മേഖലയിൽ വലിയ ഭൂകമ്പ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂട്ടിയിടിക്കുന്ന മേഖലയാണിത്. ശാസ്ത്രീയമല്ലാത്ത നഗരവൽക്കരണം ഈ അപകട സാധ്യത കൂട്ടുന്നുണ്ട്. സോൺ 5 ആണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. ഇത് UPSCക്ക് എങ്ങനെ പ്രസക്തം? പ്രിലിംസിന് ജോഗ്രഫിയിലെ ഭൂകമ്പം, ടെക്ടോണിക് പ്ലേറ്റുകൾ, സീസ്മിക് സോണുകൾ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. മെയിൻസിന് GS1 ജോഗ്രഫി, GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയിൽ വരും.
പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ടെക്ടോണിക് പ്ലേറ്റുകൾ, സീസ്മിക് സോണുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ സോണുകൾ, റിക്ടർ സ്കെയിൽ, പിന്നെ ലിക്വിഫാക്ഷൻ എന്ന പ്രതിഭാസം. ലിക്വിഫാക്ഷൻ. അതെ, ശക്തമായ കുലുക്കത്തിൽ മണ്ണ് ദ്രാവകം പോലെയായി കെട്ടിടങ്ങൾ താഴുന്നൊരവസ്ഥ. പിന്നെ റെട്രോഫിറ്റിംഗ്, അതായത് പഴയ കെട്ടിടങ്ങൾ ബലപ്പെടുത്തുന്നത്. തയ്യാറെടുപ്പുകളിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ നടപ്പാക്കുന്നതിലെ വലിയ വീഴ്ച, എൻഫോഴ്സ്മെന്റ് ഗ്യാപ്പ് എന്ന് പറയും. മോശം നഗരാസൂത്രണം, പൊതുജനങ്ങൾക്കിതിനെക്കുറിച്ച് വലിയ അവബോധമില്ലായ്മ, പഴയ കെട്ടിടങ്ങൾ ബലപ്പെടുത്താനുള്ള ചെലവ്, രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലായ്മ, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അടുത്തത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒരു വിഷയമാണ്. ചൈന-പാകിസ്ഥാൻ സുരക്ഷാ പങ്കാളിത്തം. ഇന്ത്യക്കിതൊരു വെല്ലുവിളിയാണല്ലോ. അതെ, പണ്ട് നമ്മൾ ടു ഫ്രണ്ട് വോർ, അതായത് ഒരേ സമയം പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ യുദ്ധം നേരിടേണ്ടി വരുമോ എന്നതായിരുന്നു പ്രധാന ആശങ്ക. എന്നാൽ പുതിയൊരു വാദം വരുന്നത് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ ഒരു റീഇൻഫോഴ്സ്ഡ് വൺ ഫ്രണ്ട്, അതായത് കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരൊറ്റ യുദ്ധമുഖമായി മാറുമെന്നാണ്. അതെങ്ങനെയാണ്? ചൈന പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നുണ്ട്, ഡ്രോണുകൾ, മിസൈലുകൾ. അതുപോലെ അവരുടെ ബെയ്ഡോ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ സഹായിക്കുന്നു, UN-ൽ സംരക്ഷണം നൽകുന്നു. ഇതൊക്കെയാണ് കാരണം. പക്ഷെ ഇതിനെ പൂർണ്ണമായൊരു സൈനിക സഖ്യമായി കാണാൻ പറ്റുമോ? അവരുടെ താൽപ്പര്യങ്ങൾ എപ്പോഴും ഒന്നായിരിക്കുമോ? അതൊരു പ്രധാന ചോദ്യമാണ്. ഇതൊരു ഏകീകൃത യുദ്ധമുന്നണിയായി കാണുന്നത് ഒരുപക്ഷെ ശരിയാവില്ല. കാരണം അവരുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. യുദ്ധം ഒഴിവാക്കാൻ ഒരുപക്ഷെ ചൈനയ്ക്ക് താൽപ്പര്യമുണ്ടാകാം. വെറും ആയുധ കച്ചവടം ഒരു സഖ്യത്തിന് തുല്യമാകില്ല. UPSCക്ക് ഇത് GS2 അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇന്ത്യയും അയൽപ്പക്കവും, പിന്നെ GS3 സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയിൽ വരും. പ്രധാനമായി ഓർക്കേണ്ടത് ഈ ടു ഫ്രണ്ട് വോർ, റീഇൻഫോഴ്സ്ഡ് വൺ ഫ്രണ്ട് വോർ, പിന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നീ ആശയങ്ങളാണ്. ഇനി ഊർജ്ജ മേഖലയിലേക്ക് വരാം. ഇന്ത്യ ഊർജ്ജരംഗത്ത് ഒരു നാഴികക്കല്ല് പിന്നിട്ടു, അല്ലേ? പക്ഷെ അവിടെ ഒരു പാരഡോക്സ് ഉണ്ടെന്ന് പറയുന്നല്ലോ. അത് ശരിയാണ്. ഫോസിൽ ഇന്ധനമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള സ്ഥാപിത ശേഷി, അതായത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 50% എന്ന നമ്മുടെ NDC ലക്ഷ്യം നമ്മൾ കാലാവധിക്ക് മുൻപേ നേടി. അത് നല്ല കാര്യമല്ലേ? തീർച്ചയായും. പക്ഷേ യഥാർത്ഥ ഉൽപ്പാദനം, ആക്ച്വൽ ജനറേഷൻ നോക്കിയാൽ ഈ പങ്ക് 30% താഴെയാണ്. അതെന്താ അങ്ങനെ? 100 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുണ്ടെങ്കിലും അത് 24 മണിക്കൂറും അത്രയും ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ. രാത്രിയില്ല, മേഘങ്ങളുള്ളപ്പോൾ കുറയും. ശരിയാണ്. അപ്പോൾ അടിസ്ഥാന ആവശ്യം, ബേസ് ലോഡ് നിറവേറ്റാൻ നമ്മൾ ഇപ്പോഴും നല്ലൊരു പങ്കും, ഏകദേശം 75% കൽക്കരിയെയാണ് ആശ്രയിക്കുന്നത്. ഇതാണ് പാരഡോക്സ്. ഇത് പരീക്ഷയ്ക്കെങ്ങനെ പ്രസക്തമാകും? പ്രിലിംസിന് പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, NDC ലക്ഷ്യങ്ങൾ, പുനരുപയോഗ ഊർജ്ജം, CF പോലുള്ള ആശയങ്ങൾ സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമായി വരാം. മെയിൻസിന് GS3-ല് ഊർജ്ജ സുരക്ഷ, പരിസ്ഥിതി എന്ന വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വേഴ്സസ് ആക്ച്വൽ ജനറേഷൻ, CUF, ബേസ് ലോഡ്, NDCs ഇതൊക്കെയാണ് കീ കോൺസെപ്റ്റ്സ്. ഇതിലെ വെല്ലുവിളികൾ? അപ്പോ ഈ ഊർജ്ജത്തിന്റെ ഇടവിട്ട ലഭ്യത, ഗ്രിഡിന്റെ സ്ഥിരത, സ്റ്റോറേജിനുള്ള ചെലവ് അതൊക്കെയാവും. അതെ, ബാറ്ററി സംഭരണം ഇപ്പോഴും ചെലവേറിയതാണ്. കൽക്കരിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ സോളാർ, വിൻഡ് ഫാമുകൾക്ക് വലിയ തോതിൽ സ്ഥലം വേണം. അതും ഒരു പ്രശ്നമാണ്. ശരി. ഇനി സയൻസ് ആൻഡ് ടെക്കിൽ നിന്നൊരു കൗതുകകരമായ വാർത്തയുണ്ട്. കണവയുടെ, അതായത് സ്ക്വിഡിന്റെ ചർമ്മത്തിലെ പാറ്റേണുകളെക്കുറിച്ച്. അതൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടെത്തലാണ്. കണവ വളർന്നു വരുമ്പോൾ അതിന്റെ തൊലിയിലുള്ള നിറം നൽകുന്ന കോശങ്ങളുണ്ടല്ലോ, ക്രൊമാറ്റോഫോറുകൾ. അവയുടെ വിന്യാസം കൂടുതൽ ക്രമരഹിതമായി വരുന്നു, ഡിസോർഡേർഡ് ആകുന്നു എന്നാണ് കണ്ടുപിടിച്ചത്. ഇതിനെ ഹൈപ്പർ ഡിസോർഡർ എന്നാണ് അവർ വിളിക്കുന്നത്. സാധാരണ ജീവികൾ വളരുമ്പോൾ കൂടുതൽ ഓർഗനൈസ്ഡ് ആവുകയല്ലേ പതിവ്? അതെ, അതാണിതിലെ പ്രത്യേകത. സാധാരണ ജൈവ വളർച്ചാ രീതികൾക്കൊരു വിപരീതമാണിത്. ഈ കോശങ്ങൾ ക്രമമില്ലാതെ വിന്യസിക്കുന്നതും തൊലി വളരുന്നതുമൊക്കെയാവാം കാരണം. ഇത് പ്രിലിംസിനെങ്ങനെ വരാം? സയൻസ് ആൻഡ് ടെക് ഭാഗത്ത് ബയോടെക്നോളജി, പുതിയ കണ്ടെത്തലുകൾ എന്ന രീതിയിൽ ചോദിക്കാം. ക്രൊമാറ്റോഫോറുകൾ, പ്രച്ഛന്നവേഷം, കാമോഫ്ലേജ്, സ്വയം സംഘടന, സെൽഫ് ഓർഗനൈസേഷൻ, പിന്നെ ഈ പുതിയ വാക്ക് ഹൈപ്പർ ഡിസോർഡർ, ഇതൊക്കെ ഓർത്തുവെക്കാം. അവസാനമായി ഒരു ഗൗരവമുള്ള വിഷയം കൂടി. വംശഹത്യ അഥവാ ജനസൈഡ് എന്ന വാക്കും അതിന്റെ നിയമപരമായ മാനങ്ങളും. അതെ, വംശഹത്യയെ മറ്റ് ക്രൂരകൃത്യങ്ങളിൽ നിന്നും
കൂട്ടക്കൊലകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാക്കുന്നത് അതിന് പിന്നിലെ ഉദ്ദേശമാണ്. ഇന്റന്റ്. ഒരു പ്രത്യേക ദേശീയ, വംശീയ, മത, വർഗീയ വിഭാഗത്തെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തികളാണ് വംശഹത്യ. റാഫേൽ ലെംകിനാണല്ലേ ഈ വാക്ക് കൊണ്ടുവന്നത്? അതെ. 1948 ജനോസൈഡ് കൺവെൻഷൻ, പിന്നെ റോം സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിലവിൽ വന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC എന്നിവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഹാന്ന ആരൻഡിന്റെ തിന്മയുടെ നിസാരത, ബെനാലിറ്റി ഓഫ് ഈവിൽ എന്ന ആശയത്തിനും ഇവിടെ പ്രസക്തിയില്ലേ? തീർച്ചയായും വളരെ പ്രസക്തമാണ്. സാധാരണ മനുഷ്യർ പോലും ചിന്തിക്കാതെ മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ അനുസരിക്കുന്നതുവഴി എങ്ങനെയാണ് ഭീകരമായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമാവുന്നത് എന്നതാണ് ആ ആശയം പറയുന്നത്. ഇത് UPSCക്ക് എവിടെയൊക്കെ ബന്ധപ്പെടുത്താം? പ്രിലിംസിന് അന്താരാഷ്ട്ര നിയമം, കൺവെൻഷനുകൾ, ICC, UN, ലോകചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ടുവരാം. മെയിൻസിന് GS1 ലോകചരിത്രം, GS2 അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, നിയമങ്ങൾ, പിന്നെ GS4 എത്തിക്സിൽ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും വരാം. വംശഹത്യയുടെ നിർവചനം, ജനോസൈഡ് കൺവെൻഷൻ, റോം സ്റ്റാറ്റ്യൂട്ട്, ICC, ബെനാലിറ്റി ഓഫ് ഈവിൾ, ഇതൊക്കെയാണ് പ്രധാന പോയിന്റുകൾ. ഇന്ത്യ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. അതെ. ഇന്ത്യയുടെ പരമാധികാരവും അന്താരാഷ്ട്ര നീതിയും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടതുണ്ട്. വളരെ നന്നായി. ഇന്നത്തെ പ്രധാന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. PMDDKY, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ഭൂകമ്പ സാധ്യത, ചൈന-പാകിസ്ഥാൻ ബന്ധം, ഊർജ്ജ പരിവർത്തനം, കണവയുടെ ചർമ്മം, വംശഹത്യ, അങ്ങനെ പലതും. ഈ വിഷയങ്ങളിലെ ഇന്നത്തെ വിശകലനത്തിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് IAS ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അവിടെ പ്രതിമാസം 300 രൂപയ്ക്ക് ഈ വീഡിയോ ലഭ്യമാണ്. അതോടൊപ്പം നിങ്ങൾ പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് വാർത്താവിശകലനത്തിന് മാത്രമായി 159 രൂപയുടെ ഒരു പുതിയ പ്ലാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലൊരു പരിമിതിയുണ്ട്. 2025 ജൂലൈ 13 വരെയുള്ള വാർത്താ വിശകലനങ്ങൾ മാത്രമേ ആ പ്ലാനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അപ്പോ നാളത്തെ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം.